പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലത്തിന്റെ അളവ് കുറയ്ക്കുന്നു ഇന്ത്യ. നദിയിലെ ബഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ ഇന്ത്യ താഴ്ത്തി. കൂടുതൽ ഡാമുകളിൽ സമാനമായ നടപടിക്ക് നീക്കമുണ്ട്. തിരിച്ചടി നൽകാൻ അറബിക്കടലിൽ സൈന്യം പൂർണ്ണ സജ്ജം എന്ന് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കി. അതിനിടെ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണി വീണ്ടും ഉയർത്തുകയാണ് പാകിസ്ഥാൻ. ബൽറാം നെടുങ്ങാടിയും വിനിത വിജയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഇപ്പോൾ തന്നെ ജലമില്ലാത്തതിന്റെ പേരിൽ അവിടെ പല സ്ഥലങ്ങളിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ബഗ്ലഹാർ അണക്കെട്ട് അടയ്ക്കുന്നതോടുകൂടി എത്രത്തോളം വലിയ ജല ദൗർലഭ്യത്തിലേക്കാണ് പാകിസ്ഥാൻ വീഴാൻ പോകുന്നത്? ബൽറാം, ഹാഷ്മി, ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടെ തന്നെ പാകിസ്ഥാൻ ഒരു ദീർഘകാലമായ ഒരു നാശത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്നും ആദ്യ ദിനങ്ങളിൽ തന്നെ പുറത്തു വന്നത്. വലിയ തോതിലുള്ള വരൾച്ചയുടെ പിടിയിൽ പാകിസ്ഥാൻ ആയിരിക്കുന്നു ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്നുള്ളതും വ്യക്തമാകുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെ ജലനിരപ്പ് അത് തുറന്നുവിടണോ അടച്ചിടണോ എന്നത് തീരുമാനിക്കാൻ ഇന്ത്യ തന്നെയായിരിക്കും ഇനിമേൽ. അതിൽ യാതൊരു അറിയിപ്പോ യാതൊരു തരത്തിലുള്ള ആശയവിനിമയമോ പാകിസ്ഥാനുമായി നടത്താൻ ഇന്ത്യക്ക് ബാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാവുകയും അത് വലിയ തോതിൽ ഈ മേഖലയിലെ കൃഷിനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് വ്യക്തമായിരിക്കുകയാണ്. പ്രധാനമായും ഈ മേഖലയിലെ ആളുകൾ, പാകിസ്ഥാനിലെ ജനങ്ങൾ കൃഷിയെ തന്നെ ആശ്രയിച്ച് കൃഷിയും കാലി വളർത്തലുമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. ആ മേഖലയ്ക്ക് മുഴുവൻ നാശം വിതയ്ക്കുന്നതായിരിക്കും ഈ ഒരു തീരുമാനം. പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രകോപനം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ കൂടുതൽ നടപടികൾ കടുപ്പിക്കുന്നതും. അതിനിടെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രകോപനപരമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ആണവായുധ ഭീഷണി പാകിസ്ഥാനിലെ നേതാക്കൾ മുഴക്കിയിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിലായി അത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് മുഹമ്മദ് ഖാലിദ് ജമാലി എന്ന പാകിസ്ഥാന്റെ റഷ്യയിലെ അംബാസിഡറാണ്. അദ്ദേഹം റഷ്യൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ആർടിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യക്കെതിരായ സംഘർഷത്തിൽ ആൾബലമല്ല കാര്യമെന്നും പരമ്പരാഗത മാർഗങ്ങൾ അടക്കം ആണവായുധങ്ങളും അടക്കം എല്ലാ ശക്തിയും പാകിസ്ഥാൻ ഉപയോഗിക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തീർത്തും പ്രകോപനപരമായ ഒരു നടപടി, ഒരു പരാമർശമാണ് റഷ്യയിലെ പാകിസ്ഥാന്റെ അംബാസിഡറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനിടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ പാർലമെന്റ് സമ്മേളനം, അടിയന്തര പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്കാണ് പാർലമെന്റ് സമ്മേളിക്കുക. പെഹൽഗാമിന് ശേഷം ഇന്ത്യ പാക് ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രകോപനപരമായ പരാമർശങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാക് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകോപനങ്ങളെ ശക്തമായി തന്നെ നേരിടാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു. അതേസമയം പാകിസ്ഥാന്റെ ആയുധശേഷി, ആൾബലം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര തലത്തിൽ വന്ന റിപ്പോർട്ടുകൾ, വാർത്തകളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ തീവ്രവാദികൾ, പഹൽഗാം തീവ്രവാദികൾ കൊളംബോയിലേക്ക് എത്തി എന്നൊക്കെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അവിടെ തെരച്ചിലുണ്ടായി. പക്ഷെ അങ്ങനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്താണ് ഈ ഭീകർക്ക് വേണ്ടിയുള്ള തെരച്ചിലിന്റെ അപ്ഡേറ്റ്? എന്തെങ്കിലും പുതിയതായി പ്രേക്ഷകർക്ക് നൽകാനുണ്ടോ ബൽറാം? ഹാഷ്മി, ഏറ്റവും ഒടുവിൽ ഈ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ചും തെക്കൻ കശ്മീരിലെ വനമേഖല വിട്ട് മുന്നോട്ട് നീങ്ങാൻ ഈ ഭീകരവാദികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും സുരക്ഷാ സേന അടച്ചിട്ടുണ്ട്. തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുന്നു. എന്നാൽ അവരെ കണ്ടെത്താൻ സമയമെടുക്കുന്നു എന്നുള്ളത് പ്രധാനമായും ഈ മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത ഒരു പ്രധാന കാരണമാണ്. ഒളിത്താവളങ്ങൾ ധാരാളം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് എന്നതിനോടൊപ്പം തന്നെ അവർക്ക് പ്രാദേശികമായ സഹായം, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ലഭിക്കുന്നു. അത്തരത്തിൽ ഇവർക്ക് സഹായം എത്തിക്കുന്ന നിരവധി പേരെ ഇതിനകം തന്നെ ജമ്മുകശ്മീർ പോലീസും ഒപ്പം തന്നെ രാഷ്ട്രീയ റൈഫിൾസും ചേർന്ന് പിടികൂടിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ അണ്ടർഗ്രൗണ്ട് വർക്കേഴ്സായ നിരവധി പേർ ഇതിനകം കസ്റ്റഡിയിലായിട്ടുണ്ട്. ഏതാണ്ട് 3000-ഓളം പേരെയാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനം എന്നുള്ളതും ഇത്തരം കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. അത് പാക് സൈന്യത്തിന്റെ ISIയുടെ ഭാഗത്തു നിന്നടക്കം ഇവർക്ക് പരിശീലനം
ലഭിച്ചിട്ടുണ്ട്. കമാൻഡോ ട്രെയിനിങ്, ഗറില്ല യുദ്ധമുറയിലുള്ള ട്രെയിനിങ് അടക്കം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വനമേഖല അത്യന്തം നീണ്ടു പരന്നു കിടക്കുന്ന വനമേഖലയുമാണ് എന്നുള്ളതാണ് ഈ തെരച്ചിൽ ഇപ്പോഴും നീണ്ടുപോകാൻ കാരണമായി ഏജൻസികൾ വിശദീകരിക്കുന്നത്. ഇതിനിടെ തന്നെ പലതവണ 5 തവണ ഇവരെ കാഴ്ച പരിധിയിൽ എത്തുകയും 2 തവണ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഖല വിട്ട് അവർ പോയിട്ടില്ല എന്ന കാര്യം ഏജൻസികൾ സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ എവിടെ തെരച്ചിൽ നടത്തുന്നു എന്ന കാര്യം പങ്കുവയ്ക്കുന്നില്ല ഏജൻസികൾ. അത് ഈ തെരച്ചിലടക്കമുള്ള നടപടികളെ ഒപ്പം തന്നെ സഹായികൾ വഴി ഇവർക്ക് വിവരം ലഭിക്കാനുള്ള സാധ്യത ഒക്കെ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. ഇതോടൊപ്പം തന്നെ ഹാഷ്മി, ഈ ആക്രമണം നേരിട്ട് നടത്തിയ ഭീകരവാദികൾക്കൊപ്പം തന്നെ ഇവർക്ക് സഹായം നൽകുന്ന, ഒപ്പം തന്നെ നേരത്തെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരവാദികൾ, ആഭ്യന്തരമായി ഭീകരവാദികളെ സഹായിക്കുന്നവർ എന്നിവർക്ക് എതിരായ നടപടിയാണ് ഈ ഒരു ഘട്ടത്തിലും കടുപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഭീകരവാദ പിന്തുണ നൽകുന്ന ആളുകളെ പൂർണ്ണമായും തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ഭീകരവാദത്തിന്റെ ശൃംഖല ജമ്മു കശ്മീരിൽ തകർക്കുക എന്നീ ലക്ഷ്യം വെച്ചുള്ള നടപടികളാണ് ജമ്മു കശ്മീർ പോലീസിന്റെയും രാഷ്ട്രീയ വനമേഖല കുറച്ച് ദുർഘടമായ വനമേഖലയാണ്. പഹൽഗാമിനോട് ചുറ്റിയുള്ള വിശാലമായ വനമേഖലയുണ്ട്. അവിടെയൊക്കെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന രീതിയിൽ തന്നെയുള്ള പരിശോധന ഇപ്പോഴും സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിനിത വിജി കുറിച്ചിരുന്നു. വിനിത, 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ നാവികസേന മേധാവി പ്രധാനമന്ത്രിയുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പൂർണ്ണ സജ്ജമാണ് എന്ന് നാവികസേന അറിയിക്കുകയാണ്. എപ്പോൾ, എങ്ങനെ എന്നതിന് സമയം നോക്കിയിരിക്കുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഒരു IB റിപ്പോർട്ടിനെ പറ്റിയൊക്കെയുള്ള വിശദാംശങ്ങൾ ഇന്ന് ഹിന്ദു പത്രം പറയുന്നുണ്ടായിരുന്നല്ലോ വിനിത. അത് കൊടുത്തിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നു എന്നൊക്കെ ശ്രീനഗർ കേന്ദ്രീകരിച്ച്. IB റിപ്പോർട്ടിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ വിനീത? ഹാഷ്മി, തീർച്ചയായും ഇന്നലെ വൈകിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് നാവികസേനാ മേധാവി പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിൽ ഇതുവരെ നാവികസേന സ്വീകരിച്ച നടപടിക്രമങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി തുടർ നീക്കങ്ങൾ അത് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം അതിനുശേഷം പിന്നീട് മാരിടൈം അധികൃതർ ഈ നാവിഗേഷൻ മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. ഈ അഭ്യാസ പ്രകടനങ്ങൾ ആ മേഖലകളിലൊക്കെ പുരോഗമിക്കുന്ന സ്ഥലങ്ങളിൽ ഈ വാണിജ്യ കപ്പലുകളൊക്കെ വരുമ്പോൾ അവിടെ ശ്രദ്ധ പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ തന്നെ സംയുക്ത സേന സജ്ജമാണെന്നുള്ള വിവരമടക്കം സേനാ മേധാവികൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചിട്ടുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇത് എവിടെ, എപ്പോൾ, എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം ഇനി ഉണ്ടായാൽ മതി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും സൈന്യത്തിന്റെ നീക്കങ്ങൾ അതൊക്കെ തന്നെ അതീവ രഹസ്യമായി മറ്റു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരീക്ഷണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളും സൈനിക തലത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സജ്ജരാണെന്ന സേനാ മേധാവികളടക്കം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി രാജ്യം മുന്നോട്ട് തന്നെ പോവുകയാണ്. നാവിക മേഖലയിലടക്കം കൂടുതൽ വിലക്കിന് അടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവും പുറത്തു വന്നതാണ്. ഇങ്ങനെ കടുത്ത പ്രതിരോധം പാകിസ്ഥാനെതിരെ രാജ്യം തീർക്കുമ്പോൾ അതിൽ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ് പാകിസ്ഥാനുമുള്ളത്. ഹാഷ്മി, ബൽറാം നെടുങ്ങാട് തുടരുന്നുണ്ട്. ബൽറാം, ഈ ആണവായുധ ഭീഷണി ഉപയോഗിക്കുമെന്നുള്ളത് ഈ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ നമ്മൾ നേരത്തെ പഠിച്ചൊരു പഴഞ്ചൊല്ലാണ്. അത് ഓർമ്മിക്കുന്നുണ്ട്. ഇത് പലയാവർത്തിയാണ്. ഇപ്പോൾ 1 അല്ല 2 അല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളല്ല, റഷ്യൻ അംബാസിഡർ അടക്കം അത് ആവർത്തിക്കുന്നത്. തുടക്കം മുതൽ ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു എന്ന സൂചന വന്ന ആദ്യ മണിക്കൂർ മുതൽ പാകിസ്ഥാൻ പ്രകടമാക്കുന്ന പ്രകടമായ പരിഭ്രാന്തി, ഭീതി, അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കല്ലേ കണ്ട പോലെ ബൽറാം? ഹഷ്മി, അത്തരത്തിൽ മാത്രമേ ഇത് വിലയിരുത്താൻ കഴിയൂ. അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ഇത്തരത്തിലുള്ള ഡിഫൻസ് എക്സ്പേർട്സ് പോലും ഇക്കാര്യം പാകിസ്ഥാന്റെ ഈ നടപടികൾ, പ്രതികരണങ്ങളെല്ലാം പാകിസ്ഥാന്റെ പരിഭ്രാന്തിയുടെ സൂചന, ലക്ഷണം എന്ന തരത്തിലാണ് വിലയിരുത്തുന്നത്. ഹഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയായതാണ്. ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ 4 ദിവസത്തേക്കുള്ള ആയുധങ്ങൾ മാത്രമാണ് പാകിസ്ഥാന്റെ കൈവശം ഉള്ളത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ചരിത്രത്തിൽ ഏറ്റവും പ്രതിരോധത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. പാക് സൈന്യത്തിന്റെ സൈനിക ബലം, ഒപ്പം തന്നെ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെല്ലാം തന്നെ ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്നു. നല്ല ബന്ധമല്ല പാകിസ്ഥാനുള്ളത്. ഒപ്പം തന്നെ ഈ മേഖലയിൽ ഉള്ള ഭീകരവാദികളിൽ നിന്നും കടുത്ത വെല്ലുവിളി പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇതോടൊപ്പമാണ് ബലൂജ് വിമതർ സൈന്യത്തിനെതിരെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ഓഫീസുകൾ, സൈനിക താവളങ്ങൾ അടക്കമുള്ളവ വിമതർ കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം ഇപ്പോഴും തുടരുകയാണ്.
ഇതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഈ സൈനിക ശേഷി, സൈനികരുടെ എണ്ണത്തിൽ വലിയ ശോഷണമുണ്ട് എന്ന് കാണിക്കുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അത് പാക് അധീന കശ്മീർ മേഖലയിൽ ഗ്രാമവാസികളെ തോക്കുപയോഗിക്കാൻ പാക് സൈനികർ പരിശീലിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് ഒരു ഘട്ടത്തിൽ സൈനികർ തികയാതെ വരികയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് അടക്കമുള്ള ആലോചനകൾ പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് വിലയിരുത്തലുണ്ടായത്. ഈ ഒരു ഘട്ടത്തിൽ സമീപകാലത്ത് ഏറ്റവും മോശം അവസ്ഥയിലാണ് പാകിസ്ഥാനിലെ സൈന്യവും സർക്കാരും തമ്മിലുള്ള ബന്ധം, കൂടാതെ ISIയുടെ ഇടപെടലുകൾ. ഇതോടൊപ്പമാണ് മറ്റ് സാമ്പത്തികമായും രാഷ്ട്രീയമായും ദുർബല അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാകിസ്ഥാനാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂനതകൾ അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെല്ലുവിളികൾ കാണിക്കുന്ന ഒരു ക്യാമോഫ്ലാഷാണ് ഈ അണവായുധ ഭീഷണി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നല്ല, പലയാവർത്തി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ അടിക്കും, ഇപ്പോൾ കയറ്റും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ അതിർത്തിയിലൊക്കെ വലിയ പ്രകോപനം ഉണ്ടാക്കുന്നു. ഇന്നലെ 400 കിലോമീറ്റർ ദൂരപരിധി എന്നൊക്കെ പറയപ്പെടുന്ന അബ്ദാലി മിസൈൽ അവർ പരീക്ഷിക്കുമെന്ന് പറയുന്നു. മൊത്തത്തിൽ തുടക്കം മുതൽ തന്നെ അവരുടെ നേതാക്കളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഈ പരിഭ്രാന്തി പ്രകടവുമാണ്. എന്തായാലും